രാജ്യം മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും പിന്നീട് രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും നൽകി ആദരിച്ച വ്യക്തി. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിക്കാട്ടിയ ഒട്ടനവധി മനുഷ്യർക്ക് ദൈവസമാനായ വ്യക്തി. സ്വസമ്പാദ്യം അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ മനസ്സുള്ളവൻ. തന്നോടൊപ്പം ഉയരങ്ങളിലേക്ക് മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തിയ ആൾ. അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് ആ വ്യക്തിക്ക്. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ സ്വന്തം, നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം രത്തൻ നേവൽ ടാറ്റ. ഇന്ത്യയുടെ പുത്രൻ. പേര് പോലെ തന്നെ രത്നം പോലെ അമൂല്യമായ വ്യക്തിത്വത്തിന് ഉടമ. ഇന്നത്തെ എപ്പിസോഡ് അദ്ദേഹത്തിനായി സമർപ്പിക്കുന്നു. മറ്റൊരു തീരാനഷ്ടത്തിനൂടെ ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചു. സോ വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ്. ഇറ്റ്സ് മീ യുവർ വിമൽ. വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1937 ഡിസംബർ 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെ പ്രവിശ്യയിൽ ജനനം. അച്ഛൻ നേവൽ ടാറ്റ, അമ്മ സോനി കമ്മീസറിയേറ്റ്. ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റയുടെ മകൻ രത്തൻജി ടാറ്റ ദത്തെടുത്ത നേവൽ ടാറ്റയുടെ മകനാണ് രത്തൻ ടാറ്റ. രത്തൻ ടാറ്റ നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ഇന്ത്യൻ വ്യവസായിയും മനുഷ്യസ്നേഹിയുമാണ്. 1991 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പിന്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാനായും 2016 ഒക്ടോബർ മുതൽ 2017 ഫെബ്രുവരി വരെ ഇടക്കാല ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി 2000 രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2008 ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും അദ്ദേഹത്തെ തേടിയെത്തി. കോർണർ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് ആർക്കിടെക്ചറൽ ബിരുദം നേടിയ അദ്ദേഹം 1962 ടാറ്റ ഗ്രൂപ്പിൽ ചേർന്നു. തുടർന്ന് ടാറ്റ സ്റ്റീലിന്റെ കടയിൽ തുടങ്ങി 1991 ടാറ്റ സൺസിലെ ജെ.ആർ.ജി. ടാറ്റയുടെ വിരമിക്കലിന് ശേഷം പിൻഗാമിയായ രത്തൻ ടാറ്റ ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ടാറ്റയെ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഗോള ഗ്രൂപ്പാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ ടാറ്റ ഗ്രൂപ്പ് ടെറ്റ്ലി, ജാഗ്വർ, ലാൻഡ് റോവർ, കോറസ് എന്നിവ ഏറ്റെടുക്കുകയുണ്ടായി. തന്റെ ജീവിതത്തിലുടനീളം ടാറ്റ 40ലധികം സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചു. പ്രാഥമികമായ വ്യക്തിഗത ശേഷിയിൽ തന്റെ സ്ഥാപനമായ R&D ക്യാപിറ്റൽ അഡ്വൈസേഷനിലൂടെ അധിക നിക്ഷേപം നടത്തി. കുട്ടിക്കാലവും വിദ്യാഭ്യാസവും. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1937 ഡിസംബർ 28 ഒരു പാഴ്സി സ്വരാഷ്ട്രീയ കുടുംബത്തിലാണ് രത്തൻ ടാറ്റ ജനിച്ചത്. അദ്ദേഹം സൂറത്തിൽ ജനിച്ച് പിന്നീട് ടാറ്റ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട നേവൽ ടാറ്റയുടെയും ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെയും മരുമകളായ സൂനി ടാറ്റയുടെ മകനായിരുന്നു. 1948 ടാറ്റയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. തുടർന്ന് അദ്ദേഹത്തെ രത്തൻജി ടാറ്റയുടെ മുത്തശ്ശിയും വിധവയുമായ നവാജ്ഭായ് ടാറ്റ ദത്തെടുത്തു. നേവൽ ടാറ്റയും സിമോൻ ടാറ്റയുമായുള്ള രണ്ടാം വിവാഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഇളയ സഹോദരൻ ജിമ്മി ടാറ്റയും ഒരു അർദ്ധ സഹോദരൻ നോവൽ ടാറ്റയും ഉണ്ട്. ടാറ്റ 8ാം ക്ലാസ് വരെ മുംബൈയിലെ ക്യാമ്പിയൻ സ്കൂളിൽ പഠിച്ചു. തുടർന്ന് അദ്ദേഹം മുംബൈയിലെ കത്തീഡ്രൽ ആൻഡ് ജോൺ കോണൽ സ്കൂൾ, ഷിംലയിലെ ബിഷപ്പ് കോട്ടൺ സ്കൂൾ, ന്യൂയോർക്ക് സിറ്റിയിലെ റിവർഡേൽ കൺട്രി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനം തുടർന്നു. 1955 അദ്ദേഹം ബിരുദം നേടി. കോർണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് 1962 ആർക്കിടെക്ചറൽ ബിരുദം നേടി. 2008 ടാറ്റ കോർണർ സർവകലാശാലയ്ക്ക് 50 മില്യൺ സമ്മാനം നൽകി. അതിലൂടെ സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ദാതാവായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1961 ടാറ്റ ആർക്കിടെക്ട് എക്വൻസി ജോൺസിനെ കണ്ടുമുട്ടി. അദ്ദേഹം കോർണർ ആർക്കിടെക്ചർ ഡിസൈൻ നിരൂപകനായി 3 ആഴ്ച ചിലവഴിച്ചു. കോർണൽ പൂർത്തിയാക്കിയ ശേഷം ടാറ്റ ജോൺസിനൊപ്പം ലോസ് ഏഞ്ചൽസിലെ ജോൺസ് ആൻഡ് MNCയിൽ ചേർന്നു. ടാറ്റ ലോസ് ഏഞ്ചൽസിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുമ്പോൾ ആണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശി അദ്ദേഹത്തെ തിരികെ ഇന്ത്യയിലേക്ക് വിളിച്ചത്. 1970കളിൽ രത്തൻ ടാറ്റയ്ക്ക് ടാറ്റ ഗ്രൂപ്പിൽ മാനേജർ സ്ഥാനം ലഭിച്ചു. സബ്സിഡിയറി നാഷണൽ റേഡിയോ ആൻഡ് ഇലക്ട്രോണിക്സ് വഴി തിരിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹം പ്രാരംഭ വിജയം കൈവരിച്ചു. എന്നാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്ത് അത് തകരാൻ തുടങ്ങി. 1991 ജെ.ആർ.ഡി. ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം തന്റെ പിൻഗാമിയായി രത്തൻ ടാറ്റയെ പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ മുതിർന്ന ടാറ്റയുടെ ഭരണകാലത്ത് വലിയ തോതിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വിവിധ സബ്സിഡറികളുടെ തലവന്മാരിൽ നിന്ന് ടാറ്റയ്ക്ക് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വന്നു.
ഇതിനു മറുപടിയായി അധികാരം ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത നിരവധി നിയമങ്ങൾ ടാറ്റ നടപ്പിലാക്കി. റിട്ടയർമെന്റ് പ്രായം നടപ്പിലാക്കുക, സബ്സിഡറികൾ നേരിട്ട് ഗ്രൂപ്പ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക, കൂടാതെ ടാറ്റ ഗ്രൂപ്പ് ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിന് സബ്സിഡറികൾ അവരുടെ ലാഭം സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും, കൂടാതെ ടാറ്റ നവീകരണത്തിന് മുൻഗണന നൽകുകയും യുവ പ്രതിഭകൾക്ക് നിരവധി ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്തു. ടാറ്റ ഗ്രൂപ്പിനെ നയിച്ച 21 വർഷത്തിനിടെ വരുമാനം 40 മടങ്ങും ലാഭം 50 മടങ്ങും വർദ്ധിച്ചു. ടാറ്റ ടെസ്ലയെയും ടാറ്റ മോട്ടോഴ്സ് ജാഗ്വർ ലാൻഡ് റോവറിനെയും ടാറ്റ സ്റ്റീൽ കോറസിനെയും ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കലുകൾ ടാറ്റയെ വലിയ തോതിൽ ഇന്ത്യൻ കേന്ദ്രീകൃതമായ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ആഗോള ബിസിനസ്സാക്കി മാറ്റി. ഡീസൽ ടാറ്റ ഇൻഡിക്കയുടെ മഹത്തായ വിജയത്തിന് ശേഷം ടാറ്റ നാനോ കാറിന്റെ ആശയം രൂപപ്പെടുത്തുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇത് ശരാശരി ഇന്ത്യൻ ഉപഭോക്താവിന് എത്തിച്ചേരാവുന്ന വിലയിൽ കാറുകളെ എത്തിക്കാൻ സഹായിച്ചു. ടാറ്റ മോട്ടോഴ്സ് ഗുജറാത്തിലെ സാനന്ദ് പ്ലാന്റിൽ നിന്ന് ടിഗോർ ഇലക്ട്രിക്കൽ വെഹിക്കിളുകളുടെ ആദ്യ ബാച്ച് പുറത്തിറക്കി. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ സ്വപ്നം എന്ന് ടാറ്റ വിശേഷിപ്പിച്ചു. 75 വയസ്സ് തികഞ്ഞപ്പോൾ 2012 ഡിസംബർ 28 രത്തൻ ടാറ്റ ഗ്രൂപ്പിലെ തന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാജിവെച്ചു. പിന്നീട് കമ്പനി ഡയറക്ടർ ബോർഡ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി. സ്നാപ്ഡീൽ, ടീബോക്സ്, CashKaro.com, ഓല ക്യാബ്സ്, ഷവോമി എന്നീ കമ്പനികളിൽ ടാറ്റ നിക്ഷേപം നടത്തിയിരുന്നു. 2016 അദ്ദേഹം നെസ്റ്റ്വേയിൽ ഒരു ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പോർട്ടലിൽ നിക്ഷേപിച്ചു. പിന്നീട് അത് ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പെറ്റ് കെയർ പോർട്ടലായ ഡോഗ് സ്പോട്ട് ആരംഭിക്കുന്നതിനായി സെനിഫൈ സ്വന്തമാക്കി. 1984 സിഖ് നരഹത്യയ്ക്ക് ശേഷം ടാറ്റ മോട്ടോഴ്സ് വഴി ട്രക്കുകൾ സംഭാവന ചെയ്തുകൊണ്ട് ദുരിതബാധിതരായ സിഖ് വംശജർക്ക് ടാറ്റ പിന്തുണ നൽകി. ആക്രമണത്തിനിടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ട സിഖ് ട്രക്ക് ഡ്രൈവർമാർക്ക് അവരുടെ ഉപജീവനം വീണ്ടെടുക്കാൻ ഇത് സഹായിച്ചു. അതിനാൽ തന്നെ ഇന്നും പഞ്ചാബിലെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെയും സിഖ് ഡ്രൈവർമാർ ടാറ്റ ട്രക്കുകളുടെ വിശ്വസ്ത ഉപഭോക്താക്കളായി തുടരുന്നു. ന്യൂ സൗത്ത് വെയിൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ടാറ്റ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ട്രസ്റ്റ്, ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ എക്സിക്യൂട്ടീവ് സെന്റർ, കോർണർ ടെക്കിലെ ടാറ്റ ഇന്നോവേഷൻ സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ സെന്റർ ഫോർ ന്യൂറോ സയൻസ്, MIT, ടാറ്റ സെന്റർ ഓഫ് ടെക്നോളജി ആൻഡ് ഡിസൈൻ, കോർണൽ യൂണിവേഴ്സിറ്റി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ ലോകത്തെമ്പാടുമായി രത്തൻ ടാറ്റ നടത്തിയിരുന്നു. വ്യക്തിഗത ജീവിതം. ടാറ്റ വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളുമില്ല. 2011 അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ 4 തവണ വിവാഹിതനാകാൻ അടുത്തു. ഓരോ തവണയും ഭയത്താൽ അല്ലെങ്കിൽ ഓരോ കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഞാൻ പിന്മാറി. എന്നാൽ മറ്റൊരു കഥ ഇങ്ങനെയാണ്: രത്തൻ ടാറ്റ ഒരു വിദേശ വനിതയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ആ യുവതിയുടെ പിതാവ് ഇവരുടെ ഇഷ്ടം അംഗീകരിച്ചില്ല. തുടർന്ന് രത്തൻ ടാറ്റ ആ യുവതിക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു, നിന്നെയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന്. മരണം. ഗുരുതരാവസ്ഥയിൽ ബ്രീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ടാറ്റ തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് 86-ാം വയസ്സിൽ 2024 ഒക്ടോബർ 9 ഇന്ത്യൻ സമയം 11:30 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാരും ജാർഖണ്ഡ് സർക്കാരും ഒരു ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 10 ടാറ്റയ്ക്ക് ഔദ്യോഗിക സംസ്കാരം നൽകി. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ വോർലിയിലെ പാഴ്സി ശ്മശാനത്തിൽ നടത്തി. അന്ത്യകർമ്മങ്ങളിൽ സൈന്യം 21 ഗൺ സല്യൂട്ട് നൽകി. മുംബൈ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മൃതദേഹം ഇന്ത്യൻ പതാകയാൽ പൊതിഞ്ഞു. നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മഹാരാഷ്ട്ര ഭൂഷൺ, ആസാം വൈഭവ്, ഓണററി ഡോക്ടർ ഓഫ് സയൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കാർണഗി മെഡൽ, ഓണററി ഡോക്ടർ ഓഫ് ലോ, ഓണററി ഫെലോഷിപ്പ്, ഓണററി സിറ്റിസൺ അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ. ഒടുവിൽ എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ വെളിച്ചത്തിന്റെ ഒരു താരകം അപ്രത്യക്ഷമായി. പക്ഷെ ജനമനസ്സുകളിൽ അദ്ദേഹം ഇനിയും ജീവിക്കും. ടാറ്റ എന്ന ഒറ്റ വാക്കിൽ അത് തുടരും. ഭൂമിയിലെ താരകം ഇനി ആകാശത്തിന് സ്വന്തം. ശതകോടി പ്രണാമം സാർ, ഒരു ജന്മം മുഴുവൻ ഇന്ത്യക്ക് നൽകിയതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രത്തൻ ടാറ്റയെ കുറിച്ചായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്.